മലയാളി പ്രേക്ഷകർക്കും എ സി വിഷൻ അവതരിപ്പിക്കുന്ന മറ്റൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം ഫിഫ വേൾഡ് കപ്പ് 2026 ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യയിൽ സി എൻ്റർടൈൻമെൻ്റ് ആണ്. സിയുടെ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് നമുക്കറിയാം. Z5 എന്ന OTT പ്ലാറ്റ്ഫോമിലും യുണൈറ്റ് 8 എന്ന അവരുടെ ടെലിവിഷൻ ചാനലിലും ജി കേരളം എന്ന അവരുടെ മലയാളം ടെലിവിഷൻ ചാനലിലും ഒക്കെയാണ് നമുക്ക് ഈ പ്രാവശ്യം ഫിഫ വേൾഡ് കപ്പ് അവർ സംപ്രേഷണം ചെയ്യുന്നത്. അതിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്ന ചോദ്യമാണ്, ഫ്രീ ആയിട്ട് നമുക്ക് എങ്ങനെ ഫിഫ വേൾഡ് കപ്പ് കാണാൻ സാധിക്കും, വല്ല മാർഗമുണ്ടെന്ന്. മാർഗമുണ്ട്, പക്ഷേ ഇന്ത്യയിൽ അത് പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ കുറച്ച് പ്രയാസമാണ്. കാരണം ഈ ഫിഫ വേൾഡ് കപ്പ് KU ബാൻഡിലും C ബാൻഡിലും ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിൽ സിഗ്നൽ ലഭിക്കുന്നുണ്ട്. KU ബാൻഡ് സാറ്റലൈറ്റുകളായ യാസാറ്റ് 52 ഡിഗ്രി, NSS 12 57 ഡിഗ്രി, അപ്സ്റ്റാർ 7 76.5 ഡിഗ്രി എന്നീ KU ബാൻഡ് സാറ്റലൈറ്റുകളിൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഇവിടെ ട്രാക്ക് ചെയ്യണമെങ്കിൽ മിനിമം 6 ഫീറ്റിൻ്റെ ഡിഷെങ്കിലും ആവശ്യമായി വരുന്നു. ഇതിലൊക്കെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബദറിലും ലഭിക്കുന്നുണ്ട്. ബദർ 26 ഡിഗ്രി ഈസ്റ്റ്, ഇതിലും ഈ പറഞ്ഞതുപോലെ ഒരു മിനിമം 6 ഫീറ്റ് ഡിഷെങ്കിലും പലയിടത്തും ആവശ്യമായിട്ട് വരുന്നുണ്ട്. C ബാൻഡിൽ ലഭിക്കുന്നുണ്ട്. C ബാൻഡിൽ വരുന്നത് ഈ പറഞ്ഞ ഏഷ്യാസാറ്റ് 5 100 ഡിഗ്രി 100.5 ഡിഗ്രിയിലാണ് ഏഷ്യാസാറ്റ് അതിൽ ലഭിക്കുന്നുണ്ട്. അത് മിനിമം 6 ഫീറ്റെങ്കിലും വേണം. അതുപോലെ തന്നെ 38.2 ഡിഗ്രിയിലുള്ള സാറ്റലൈറ്റിലും ഇവിടെ നമുക്കറിയാം C ബാൻഡ് സാറ്റലൈറ്റിലും ചാനലുകൾ ലഭിക്കുന്നുണ്ട്. ഈ ഫിഫ വേൾഡ് കപ്പ് ലൈവായിട്ട് കാണുന്ന സാറ്റലൈറ്റുകളും ചാനലുകളും ലഭിക്കുന്ന ലിസ്റ്റാണ് ഇപ്പോൾ ഇതുവരെ ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ബംഗബന്ധു 119 ഡിഗ്രിയിലുള്ള C ബാൻഡ് സാറ്റലൈറ്റിലും BTVയിലൂടെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇതൊക്കെ മിനിമം 6 ഫീറ്റിൻ്റെ ഡിഷ്, KU ബാൻഡ് ട്രാക്ക് ചെയ്യാൻ പറ്റിയതും C ബാൻഡ് ട്രാക്ക് ചെയ്യാൻ പറ്റിയതുമായ 6 ഫീറ്റ് വലിപ്പമുള്ള ഡിഷിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയാണ്. അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് യൂട്യൂബിൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പലരും ചോദിച്ചിരുന്നു. ഈ ഒരു അഭ്യൂഹമുണ്ട്, അതായത് ഉറപ്പില്ല ആ ഒരു വിഷയത്തിൽ. അത് പോസിബിൾ ആണോ എന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്തു. കാരണം ഇത്തരം കോടികൾ കൊടുത്തിട്ടാണ് ഓരോ കമ്പനികളും ഫിഫ ലൈസൻസ് എടുത്ത് അത് സംപ്രേഷണം ചെയ്യുന്നത്. അപ്പം ഈ Fox 1 പോലെയുള്ള സ്ട്രീമേഴ്സ് എങ്ങനെയാണ് ഇത് യൂട്യൂബിലൂടെ ലൈവായിട്ട് കൊടുക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. യൂട്യൂബിൽ ഇനി ലൈവായിട്ട് ചിലപ്പോൾ അവരുടെ റീജിയണിലായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. Fox 1 എന്നുള്ള ഒഫീഷ്യലായിട്ട് അവർ സ്ട്രീം ചെയ്യുന്നുണ്ട് യൂട്യൂബിലൂടെ. അങ്ങനെ പല പേരുകളും കേൾക്കുന്നുണ്ട് യൂട്യൂബിൽ ഫിഫ വേൾഡ് കപ്പ് ഫ്രീ ആയിട്ട് സ്ട്രീം ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്കൊന്ന് ഇന്ത്യയിൽ നിന്ന് നമ്മൾ ബ്രൗസ് ചെയ്യുമ്പോൾ നമുക്കത് കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ഓരോരോ റീജിയണിൽ അലൗഡ് ആക്കിയിട്ടുള്ള രൂപത്തിലായിരിക്കും ഒരു പക്ഷേ അത് കൊടുത്തിട്ടുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റൊരു സംശയം നമുക്കറിയാം, ജി കേരളം നമുക്ക് മലയാളത്തിൽ നമുക്ക് കമൻട്രികൾ കേൾക്കാമെന്നുള്ളതാണ്. ഇനി ജി കേരളം ചാനലില്ലാത്തവർ യുണൈറ്റ് 8 എന്നുള്ള സ്പോർട്സ് ചാനൽ ജിയുടെ തന്നെയാണ്. ആ ചാനലിൽ നമുക്ക് ഓഡിയോ ലാംഗ്വേജ് മാറ്റാൻ പറ്റും, കമൻട്രി മാറ്റാൻ പറ്റും. അതിൽ റിമോട്ടിൽ ഓഡിയോ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഇംഗ്ലീഷ്, ഹിന്ദി, ഇതേപോലെ മലയാളം എന്ന പോർഷനിലോട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. യുണൈറ്റ് 8 വാച്ച് ചെയ്യുന്നവരുണ്ട് എങ്കിലും. യുണൈറ്റ് 8 ആത്യന്തികമായും ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെയാണ് ഉണ്ടാവുക എന്ന് ഉണർത്തുകയാണ്. അതേപോലെ തന്നെ ഇവരെ 4K ചാനൽ നമുക്ക് ലഭിക്കുമോ എന്ന് ചോദിച്ചിരുന്നു. 4K ചാനൽ ടെലിവിഷൻ രൂപത്തിൽ നമുക്ക് ടെലിവിഷൻ സാറ്റലൈറ്റ് ബ്രോഡ്കാസ്റ്റിങ്ങിലൂടെ നമുക്ക് 4K ചാനലുകൾ കാണാൻ സാധിക്കില്ല. പക്ഷേ Z5 എന്ന OTT പ്ലാറ്റ്ഫോം ഉണ്ട്. ആ OTT പ്ലാറ്റ്ഫോമിൽ നമുക്കറിയാം അതൊരു ഇൻ്റർനെറ്റ് സ്ട്രീമിംഗ് സർവീസാണ്. അപ്പോൾ ഈ ജിയുടെ തന്നെ ഇൻ്റർനെറ്റ് സ്ട്രീമിംഗ് സർവീസായ OTT പ്ലാറ്റ്ഫോമായ Z5 നമുക്ക് 4K ആസ്വദിക്കാൻ സാധിക്കും. ഡോൾബി അറ്റ്മോസോട് കൂടിയിട്ട് നമുക്ക് ഫിഫ വേൾഡ് കപ്പ് ലൈവ് കമൻട്രി വാച്ച് ചെയ്യുന്ന ലൈവ് കമൻട്രി മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലുമൊക്കെ Z5 എന്ന OTT പ്ലാറ്റ്ഫോം നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും. അതിൽ നമുക്കറിയാം 4K ക്വാളിറ്റിയിൽ നമുക്ക് കാണാൻ സാധിക്കും. 4K ക്വാളിറ്റി കിട്ടണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് Z5 ആനുവൽ, അതായത് ഒരു വർഷത്തേക്കുള്ള പ്ലാൻ എടുക്കേണ്ടതുണ്ട്. ചെറിയ 3 മാസത്തിൻ്റെ 1 മാസത്തിന് 2 മാസത്തിന് 3 മാസത്തിന് അങ്ങനത്തെ ചെറിയ പ്ലാൻ എടുത്തിട്ട് കാര്യമില്ല. 1 ഇയറിലേക്കുള്ള പ്ലാൻ എടുക്കുന്നവർക്കാണ് ഇപ്പോൾ നിലവിൽ കാണാൻ സാധിച്ചത്. 1 ഇയർ പ്ലാനിൻ്റെ കൂടെ Z5 OTTയുടെ 1 ഇയർ പ്ലാനിൻ്റെ കൂടെ നിങ്ങൾക്ക് 4K ആസ്വദിക്കാൻ സാധിക്കും. നമുക്ക് ഫിഫ വേൾഡ് കപ്പ് ആ ഒരു ക്വാളിറ്റിയിൽ ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു വിഷയം. അപ്പം 4K നമുക്ക് ഇന്ത്യയിൽ കിട്ടുമെന്ന് മനസ്സിലായി. പക്ഷേ ടെലിവിഷനിലൂടെയല്ല, OTTയിലൂടെയാണ് നമുക്ക് ലഭിക്കുക എന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ നമുക്കറിയാം ഈ സി കേരളം നമുക്ക് ഒട്ടുമിക്ക എല്ലാ DTH പ്ലാറ്റ്ഫോമിൽ ലഭിക്കുന്നുണ്ട്. എയർടെൽ, ടാറ്റ, അതേപോലെ സൺ, എല്ലാത്തിനും ഇപ്പോൾ കേബിൾ സി കേരളം എന്ന ചാനൽ ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യുണൈറ്റ് 8 എന്ന ചാനൽ ഇപ്പോൾ നിലവിൽ എല്ലാ DTH പ്ലാറ്റ്ഫോമിലും ലഭിക്കുന്നുണ്ട്. ഏത് DTH ആണെങ്കിലും, ടാറ്റ ആണെങ്കിലും, സൺ ആണെങ്കിലും, കേബിൾ ആണെങ്കിലും ഒക്കെ ലഭിക്കുന്നുണ്ട്. അതിൻ്റെ ചാനലുകൾ ഞാനിവിടെ ഇട്ടിട്ടുമുണ്ട്. അത് നിങ്ങൾക്ക് നോക്കി നിങ്ങളുടെ DTH ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് ട്യൂൺ ചെയ്ത് വാച്ച് ചെയ്യാവുന്നതാണ്.
അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമുക്ക് ഈ റൈറ്റ്സ്. നമുക്കറിയാം ഈ വിദേശത്ത് നിന്ന് വാച്ച് ചെയ്യുന്നവരാണ് കൂടുതലും നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ വിദേശത്ത് പ്രവാസികൾ എന്ന് വേണമെങ്കിൽ പറയാം. കാനഡ, അയർലൻഡ്, UK, ജർമ്മനി, US, UAE, ഖത്തർ, കുവൈത്ത്, ഒമാൻ, സൗദി അറേബ്യ, ഓസ്ട്രേലിയ, ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ ഒരു സേവനം, Z5ൻ്റെ സേവനം എന്തായാലും അവിടെ ലഭിക്കില്ല. അത് വേറെ റീജിയനാണ്. ഇന്ത്യൻ റീജിയനിലുള്ള കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. മറ്റ് വേറെ റീജിയനാണ്. അപ്പോൾ റീജിയൻ ചേഞ്ച് ചെയ്യുമ്പോൾ അവരുടെ ഒഫീഷ്യലായിട്ട് അവർക്ക് സംപ്രേഷണം ചെയ്യുന്ന ബ്രോഡ്കാസ്റ്റേഴ്സും ലൈസൻസും ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമുക്കറിയാം USA, NBC, UK-യിലാണെങ്കിൽ BBC, കാനഡയിലാണെങ്കിൽ TSN, അങ്ങനെ ഒരുപാട്, ഓസ്ട്രേലിയ SBS, ന്യൂസിലാൻഡാണ് സ്കൈ സ്പോർട്സ് വരുന്നുണ്ട്. UAE, സൗദി അറേബ്യ, ഖത്തറൊക്കെ ആണെങ്കിൽ ബീൻ സ്പോർട്സ് ആണ് വരുന്നത്. സൗത്ത് ആഫ്രിക്കയിൽ സൂപ്പർ സ്പോർട്സ്. അങ്ങനെ ഓരോ രാജ്യത്തും അതാത് രാജ്യങ്ങളിൽ സംപ്രേഷണം ചെയ്യുന്ന ബ്രോഡ്കാസ്റ്റിനെ കണ്ടെത്തി അവരുടെ പ്ലാറ്റ്ഫോമിലൂടെ വാച്ച് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഓരോ രാജ്യം ഇതിൽ കൂടാത്ത വേറെ രാജ്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. ഇതൊക്കെയാണ് ഈ FIFA വേൾഡ് കപ്പിൽ നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം. പലരും ചോദിച്ചിട്ട് നമുക്ക് മൊബൈൽ ഫോണിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഫ്രീ ആയിട്ട് ഫിഫയുടെ പ്രോഗ്രാമുകൾ വാച്ച് ചെയ്യാൻ സാധിക്കുമോ എന്ന് പലരും ചോദിച്ചിരുന്നു. അങ്ങനെ വാച്ച് ചെയ്യാൻ സാധിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അത്തരം ആപ്പുകൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ്. അതിൽ നിങ്ങളുടെ FIFA എന്ന വേൾഡ് കപ്പ് മാച്ച് നിങ്ങളെ കാണിക്കുന്നതോടുകൂടി നിങ്ങളുടെ ഫോണിലുള്ള മറ്റെന്തെങ്കിലും അടിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ഉദ്ദേശം കൂടി അവർക്ക് ഉണ്ടാവും. എന്നും കൂടെ നിങ്ങൾ ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുമെന്ന് പറയുമ്പോൾ ഫ്രീയിലെല്ലാം ലിങ്കുകളും, അത് വാട്സാപ്പിൽ പല ലിങ്കുകൾ വരുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. കാരണം അത്തരം സ്കാമുകൾ നടക്കുന്ന വെച്ചാൽ ഒറിജിനൽ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്തരം സ്കാമുകൾ പ്രവർത്തിക്കുകയും ഫ്രണ്ടിൽ നമുക്ക് ഒരു FIFA വേൾഡ് കപ്പ് എന്ന മാച്ച് കാണിക്കുകയും ചെയ്യുന്ന അത്തരത്തിലുള്ള സ്കാമുകളാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്തരം ഫ്രീ ആപ്ലിക്കേഷനുകളോ അത്തരം ഫ്രീ ലിങ്കുകളോ നിങ്ങൾ വാച്ച് ചെയ്യാൻ സാധിക്കും. രണ്ടു വട്ടം ചിന്തിച്ചിട്ട് മാത്രം അത്തരം സർവീസുകൾ നിങ്ങൾ ലഭ്യമാക്കുക. കാരണം ഒരുപാട് സോഷ്യൽ മീഡിയസിലൊക്കെ അത്തരം പരസ്യങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ 10 പൈസ കൊടുക്കാൻ കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ യൂട്യൂബിൽ സ്ട്രീമിംഗ് ഉണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല, ഫൈൻ. അത് കാണാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. അതേപോലത്തെ അല്ല ഇത്. നമ്മൾ സെപ്പറേറ്റ് ഒരു സെപ്പറേറ്റ് ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലിങ്ക് വഴി കയറിയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ഡാറ്റാസൊക്കെ അടിച്ചുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ കൂടുതൽ ശ്രദ്ധിക്കുക. ഓക്കെ, മറ്റൊരു എപ്പിസോഡിൽ പുത്തൻ ചിന്തയും പുതിയ അറിവായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതിലേക്കും ടേക്ക് കെയർ. ബൈ.